ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമായ EVM കേടുവരുത്തിയ സംഭവം വലിയ ചർച്ചയായിരിക്കുകയാണ്. YSRCP MLA ആയ പി രാമകൃഷ്ണ റെഡ്ഡിയാണ് ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിൽ കയറി അക്രമം നടത്തിയത്. മെയ് 13 നടന്ന വോട്ടെടുപ്പിലാണ് മച്ചേർല നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ രാമകൃഷ്ണ റെഡ്ഡി ഒരു പോളിംഗ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി EVM നശിപ്പിച്ചത്. അക്രമ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിച്ച വെബ് ക്യാമറയിൽ പതിഞ്ഞതോടെ സംഭവം വിവാദമാവുകയായിരുന്നു. MLAക്കെതിരെ കർശന നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആന്ധ്രാപ്രദേശ് പോലീസ് മേധാവിയായ ഹരീഷ് കുമാർ ഗുപ്തയോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വോട്ടെടുപ്പ് ദിവസം മച്ചേള നിയോജക മണ്ഡലത്തിൽ മാത്രം 7 പോളിംഗ് സ്റ്റേഷനുകളിൽ EVMകൾ കേടായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുമുണ്ട്. EVM നശിപ്പിച്ച കേസിൽ രാമകൃഷ്ണ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെ പോലീസിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്നും ആരോപണം ഉയർന്നിട്ടുമുണ്ട്. രാമകൃഷ്ണ റെഡ്ഡി എവിടെയാണെന്ന് യഥാർത്ഥത്തിൽ പോലീസിന് അറിയാമായിരുന്നുവെന്നും അദ്ദേഹത്തെ രക്ഷപ്പെടാൻ സഹായിച്ചത് മച്ചേർല മണ്ഡലത്തിലെ പോലീസുകാരാണെന്നും ആരോപണം ഉയർന്നിരിക്കുകയാണ്. EVM നശിപ്പിച്ച കേസിൽ അജ്ഞാതർ നശിപ്പിച്ചതാണ് എന്ന് കാണിച്ചാണ് പോലീസ് ആദ്യം കേസെടുത്തത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെ രാമകൃഷ്ണ റെഡ്ഡി പ്രതിയാവുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട MLA പോളിംഗ് ബൂത്തിൽ നടത്തിയ ആ അക്രമ ദൃശ്യങ്ങളുടെ വീഡിയോ കാണാം.